ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ നാമത്തെ വാഴ്ത്തിടാം നാം ഒന്നായി ഒന്നായി. കർത്താവിൻ നാമത്തെ വാഴ്ത്തിടാം നാം ഒന്നായി ഒന്നായി. അവിടുത്തെ നാമം പരിശുദ്ധമല്ലോ, അവിടുത്തെ ദയാൽ ഭൂമി നിറഞ്ഞു. അവിടുത്തെ നാമം പരിശുദ്ധമല്ലോ, അവിടുത്തെ ദയാൽ ഭൂമി നിറഞ്ഞു. കർത്താവിൻ നാമത്തെ വാഴ്ത്തിടാം നാം ഒന്നായി ഒന്നായി. കർത്താവിൻ നാമത്തെ വാഴ്ത്തിടാം നാം ഒന്നായി ഒന്നായി. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, ആരെല്ലാം തള്ളിയാലും തള്ളില്ല. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, ആരെല്ലാം തള്ളിയാലും തള്ളില്ല. തൻ്റെ കൃപകൾ ചൊരിഞ്ഞു തരുമ്പോൾ ഹൃദയം സന്തോഷത്താൽ തുള്ളിയിടുന്നു. തൻ്റെ കൃപകൾ ചൊരിഞ്ഞു തരുമ്പോൾ ഹൃദയം സന്തോഷത്താൽ തുള്ളിയിടുന്നു. ഹൃദയം സന്തോഷത്താൽ തുള്ളിയിടുന്നു. കർത്താവിൻ നാമത്തെ വാഴ്ത്തിടാം നാം ഒന്നായി ഒന്നായി. തൻ്റെ പ്രിയരെ ചേർത്തണച്ചു, കണ്ണുനീർ തുടച്ചിടുമാ സ്നേഹം. തൻ്റെ പ്രിയരെ ചേർത്തണച്ചു, കണ്ണുനീർ തുടച്ചിടുമാ സ്നേഹം. ശത്രുക്കളെ മിത്രങ്ങളാക്കിടുന്ന ദൈവികമാം സാക്ഷ്യമിത്. ശത്രുക്കളെ മിത്രങ്ങളാക്കിടുന്ന ദൈവികമാം സാക്ഷ്യമിത്. ദൈവികമാം സാക്ഷ്യമിത്. കർത്താവിൻ നാമത്തെ വാഴ്ത്തിടാം നാം ഒന്നായി ഒന്നായി. അവിടുത്തെ നാമം പരിശുദ്ധമല്ലോ, അവിടുത്തെ ദയാൽ ഭൂമി നിറഞ്ഞു. കർത്താവിൻ നാമത്തെ വാഴ്ത്തിടാം നാം ഒന്നായി ഒന്നായി. കർത്താവിൻ നാമത്തെ വാഴ്ത്തിടാം നാം ഒന്നായി ഒന്നായി. നമ്മുടെ ഇന്നത്തെ വാക്യം സങ്കീർത്തനം 32:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. സങ്കീർത്തനം 32:1 മുതൽ 5 വരെയുള്ള വാക്യം. കർത്താവിന് സ്തോത്രം. നമ്മുടെ ദേശാധിപതിയായ യോസഫ് പലപ്പോഴും തൻ്റെ മുമ്പാകെ നിന്നുകൊണ്ട് ഞങ്ങൾ പരമാർത്ഥികൾ എന്ന് പറഞ്ഞ സഹോദരന്മാരോട് അവർക്ക് ഒരു മനസ്താപവും അവരുടെ കുറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു കുറ്റബോധവും ദൈവത്തോടുള്ളൊരു ഭയവും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ആ നിലയിൽ അവരോട് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഇപ്പോൾ ഇതാ നമ്മുടെ യോസഫിൻ്റെ വെള്ളിപ്പാത്രം ബെന്യാമിൻ്റെ ചാക്കിലാണ് എത്തിയിരിക്കുന്നത്. വല്ലാതെ സ്തംഭിച്ച അവസ്ഥ എത്രയും പെട്ടെന്ന് നമ്മുടെ യോസഫിൻ്റെ മുമ്പാകെ കടന്നു വന്നു. യോസഫ് അപ്പോൾ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവർ ചെന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ അകൃത്യങ്ങൾ കണ്ടെത്തി,
അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങളും ആരുടെ ചാക്കിൽ പാനപാത്രം അങ്ങനെ എല്ലാവരും അടിമകൾ ആയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ യോസേഫ് പറഞ്ഞു, അങ്ങനെ വേണ്ട, ആരുടെ ചാക്കിൽ വെള്ളിപ്പാത്രങ്ങളുണ്ടോ അവൻ മാത്രം ഇവിടെ അടിമയായിട്ടിരുന്നാൽ മതി, ബാക്കി എല്ലാവരും വീട്ടിലേക്ക് പോയിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. നമുക്കറിയാം യഹൂദ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 37-ാം അധ്യായത്തിൽ നാം കാണുന്നത്, ഒരിക്കൽ യഹൂദ സഹോദരന്മാർ യോസഫിനെ ഉപദ്രവിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ യഹൂദ പറയുന്നു, അതിൻ്റെ 26-27 വാക്യത്തിൽ, അപ്പോൾ യഹൂദ തൻ്റെ സഹോദരന്മാരോട്, നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറിച്ചിട്ട് എന്ത് ഉപകാരം? വരുവീൻ, നാം അവനെ ഇസ്മായിലേക്ക് വിൽക്കുക, നാം അവൻ്റെ മേൽ കൈവയ്ക്കരുത്, അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു. അവൻ തൻ്റെ സഹോദരനെ അപ്പോൾ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. അങ്ങനെ 20 വെള്ളിക്കാശിന് ഇസ്മായേലിയർക്ക് വിൽക്കുന്നതായിട്ട് നാം കാണുന്നു. അതെ, ഇപ്പോൾ ഇവിടെ ഇതാ യഹൂദ തന്നെ ബെന്യാമിന് വേണ്ടി ഉത്തരവാദിയായിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, അയ്യോ അങ്ങനെയല്ല യജമാനെ, ഇത് കേൾപ്പിൻ എന്ന് പറഞ്ഞ് അപ്പനെക്കുറിച്ചും ബെന്യാമിനെക്കുറിച്ചും മരിച്ചുപോയെന്ന് കരുതപ്പെടുന്ന യോസഫിനെ കുറിച്ചുമുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇനി ബെന്യാമിന് വല്ല ആപത്തും വരുമോ എന്ന് ശങ്കിച്ചപ്പോഴും ഞാൻ അവനൊരു ആപത്തുമില്ലാതെ കരുതിക്കൊള്ളാം എന്ന് ഉത്തരവാദിയായിട്ടിരിക്കുകയാണ്. മാത്രമല്ല അവൻ്റെ അപ്പന് ഇനി ബെന്യാമിനെ കാണാതിരുന്നാൽ ആ പ്രാണവേദനയാൽ അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചു പോകും. അതുകൊണ്ട് ബാലനില്ലാതെ ഞങ്ങൾ അപ്പൻ്റെ അടുക്കൽ എങ്ങനെ പോകും? യജമാനനോട് യഹൂദ കേണപേക്ഷിച്ചു. ഇത്രയുമായപ്പോൾ നമ്മുടെ യോസഫിന് തന്നെത്താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരും പുറത്താക്കുവേൻ എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. അടുത്ത നിമിഷം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ യോസഫ് ആകുന്നു. നിങ്ങൾ അടുത്ത് വരുവിൻ. നിങ്ങൾ വിറ്റുകളഞ്ഞ യോസഫ് ഇട്ടല്ലോ, ആ യോസഫ് ആകുന്നു ഞാൻ. ദൈവം എന്നെ ജീവരക്ഷയ്ക്കായിട്ട് ഇവിടെ അയച്ചിരിക്കുകയാണ്, അല്ലാതെ നിങ്ങൾ പരിഭ്രമിക്കണ്ട, വിഷമിക്കണ്ട എന്ന് അവരോട് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അവർ ആകെ തകർന്നു പോയി. അവർ ഭ്രമിച്ചു പോയതുകൊണ്ട്, അവൻ്റെ സന്നിധിയിൽ അവർ ഭ്രമിച്ചു പോയതുകൊണ്ട് അവർക്കൊരു വാക്കും പറയാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ യോസഫ് അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ബെന്യാമിനെ അവൻ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, വിഷാദിക്കണ്ട, നിങ്ങൾക്ക് സമാധാനം, ദൈവം നിങ്ങളോട് കൂടി, ദൈവം നമ്മളെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അവരെ ധൈര്യപ്പെടുത്തി. കർത്താവിൻ്റെ സ്നേഹം യോസഫോടെ പങ്കുവച്ചു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം ഇരുന്ന ദിവസങ്ങളിൽ നമ്മളിലും നിറഞ്ഞു കവിയട്ടെ. ശത്രുക്കളെ സ്നേഹിച്ച കർത്താവിൻ്റെ സ്നേഹം ഇന്നും നമുക്ക് വെളിപ്പെടുത്താം. യോസഫിനെ മാനിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ നാമത്തെ വാഴ്ത്തിയിടാം നാം ഒന്നായി ഒന്നായി.